ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലൈബ്രറി കൗൺസിൽ വായനോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീലക്കുറിഞ്ഞിയും തോഴിമാരും എന്ന പുസ്തകത്തിൻ്റെ ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. നീലക്കുറിഞ്ഞിയും തോഴിമാരും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജോമി അഗസ്റ്റിൻ. നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നീലക്കുറിഞ്ഞിയുടെ പൂവിന് 2 ദിവസം മാത്രമാണ് ആയുസ്സുള്ളത്. സെപ്റ്റംബർ മാസത്തിലാണ് നീലക്കുറിഞ്ഞി പൂക്കാൻ തുടങ്ങുന്നത്. വിത്തുകൾ പാകമായി താഴെ വീണാൽ പിന്നീട് കുറിഞ്ഞിച്ചെടി ഉണങ്ങിപ്പോകുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു നീലക്കുറിഞ്ഞി ചെടിയുടെ ആയുസ് എത്ര വർഷമാണ്? 12 വർഷം. കാരണം നീലക്കുറിഞ്ഞി വളർന്ന് പാകമായി 12 വർഷം തികയുമ്പോഴാണ് അത് പൂവിടുന്നത്. പൂവിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ചെടി നിലനിൽക്കുന്നില്ല, അത് ഉണങ്ങി കരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ നീലക്കുറിഞ്ഞി ചെടിയുടെ ആയുസ് എന്ന് പറയുന്നത് വെറും 12 വർഷം മാത്രമാണ്. സസ്യങ്ങളിൽ പൂവിടാൻ പ്രചോദനം നൽകുന്ന രാസപദാർത്ഥം ഏതാണ്? ഫ്ലോറിജൻ എന്ന രാസപദാർത്ഥമാണ് സസ്യങ്ങളിൽ പൂവിടാൻ സഹായിക്കുന്നത്. നീലക്കുറിഞ്ഞിയിൽ ഫ്ലോറിജൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് 12 വർഷം എടുത്തുകൊണ്ട് മാത്രം നീലക്കുറിഞ്ഞിക്ക് പൂവിടാൻ സാധിക്കുന്നത്. എന്താണ് സ്ഥാനിക സസ്യം? ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളാണ് സ്ഥാനിക സസ്യങ്ങൾ. നീലക്കുറിഞ്ഞി ഒരു സ്ഥാനിക സസ്യമാണ്. അത് തെക്കൻ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നു. സ്ഥാനിക സസ്യങ്ങൾ പോലെ സ്ഥാനിക ജീവികളുമുണ്ട്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലക്കുറിഞ്ഞി ഏത് സസ്യകുടുംബത്തിൽ പെടുന്നു? അക്കാന്തേസിയ എന്ന സസ്യകുടുംബത്തിലാണ് നീലക്കുറിഞ്ഞി ഉൾപ്പെടുന്നത്. കുറ്റിച്ചെടികളൊക്കെ ഉൾപ്പെടുന്ന ഒരു സസ്യകുടുംബമാണ് അക്കാന്തേസിയ. നീലക്കുറിഞ്ഞി ഏത് ജനുസിൽ പെടുന്നു? സ്ട്രോബിലാന്തസ് എന്ന ജനുസിലാണ് നീലക്കുറിഞ്ഞി ഉൾപ്പെടുന്നത്. എല്ലാ കുറിഞ്ഞികളും സ്ട്രോബിലാന്തസ് എന്ന ജനുസിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. വംശനാശം വന്നെന്ന് കരുതിയതും പിന്നീട് കർണാടകയിലെ ചിക്കമംഗലൂരിൽ നിന്ന് കണ്ടെത്തിയതുമായ കുറിഞ്ഞിയുടെ പേരെന്താണ്? സ്ട്രോബിലാന്തസ് പാപ്പിലോസസ്. ഇത് വളർന്ന് വലിയൊരു മരം പോലെയാണ് കാണപ്പെട്ടത് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. സ്ട്രോബിലസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കോൺ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ആന്തസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൂവ്. ബ്രാക്റ്റ് എന്നാൽ എന്താണ് അർത്ഥം? പൂവിൻ്റെ പുറമ്പോളേക്കാണ് ബ്രാക്റ്റ് എന്ന് പറയുന്നത്. ബാൾസങ്ങളുടെയും കുറിഞ്ഞികളുടെയും പറുദീസ എന്ന് എഴുത്തുകാരൻ വിശേഷിപ്പിച്ച സ്ഥലം ഏതാണ്? ഇരവികുളം. പൂർണ്ണമായും കർണാടകയിലുള്ള പശ്ചിമഘട്ട ഭാഗം ഏതാണ്? ബാബ ബുഡാൻ. അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യമല സ്ഥിതി ചെയ്യുന്നത്. കുറിഞ്ഞികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ഇരവികുളം ദേശീയോദ്യാനം കുറിഞ്ഞികളുടെ പറുദീസ എന്നറിയപ്പെടുന്നു.
ജോമി അഗസ്റ്റിനെ തൻ്റെ ഇരവികുളം യാത്രയിൽ അനുഗമിച്ച ഫോറസ്റ്റ് ഗാർഡിൻ്റെ പേരെന്തായിരുന്നു? ബാലൻ. സ്ട്രോബിലാന്തസ് ഓഫ് പെനിൻസുലർ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഡോക്ടർ പി വേണു. പെരിയാർ കടുവാ സങ്കേതത്തിലെ വാച്ചറായിരുന്ന ഒരാളുടെ പേരിൽ അറിയപ്പെടുന്ന കുറിഞ്ഞി ഏതാണ്? സ്ട്രോബിലാന്തസ് കണ്ണനി. കാസർഗോഡ് ജില്ലയിലെ പാണ്ടി എന്ന സ്ഥലത്ത് വെച്ച് കണ്ടെത്തിയ പുതിയ തരം കുറിഞ്ഞിക്ക് ജോമി അഗസ്റ്റിനും കൂട്ടുകാരും നൽകിയ പേരെന്തായിരുന്നു? സ്ട്രോബിലാന്തസ് ജോമി അഥവാ ജോമിക്കുറിഞ്ഞി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ.